ഓക്കെ. ആക്ച്വലി കുറേ നേരം കൊണ്ട് റെക്കോർഡ് ചെയ്യണുണ്ട്. പക്ഷെ എനിക്കൊന്നും പറ്റണില്ല. ഞാൻ ഫൈനലി എൻ്റെ 4 വർഷത്തെ എൻ്റെ ജോബ് ഞാൻ ഇന്ന് കൊണ്ട് എന്തുകൊണ്ടല്ല, ഞാൻ ഇന്ന് എൻ്റെ കമ്പനിയിൽ റിസൈൻ ഇടാൻ പോവുകയാണ്. ഓക്കെ. ഇന്ന് ഞാൻ എൻ്റെ കമ്പനിയിൽ റെസിഗ്നേഷൻ സബ്മിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ. ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണമെന്നോ ഇങ്ങനെ ഒരു റെസിഗ്നേഷൻ ഇങ്ങനെ ഒരു രീതിയിൽ ഞാൻ ഇടുമെന്നോ ഞാൻ വിചാരിച്ചിരുന്നതല്ല. ആക്ച്വലി 4 ഇയേഴ്സ് ആയി ഞാൻ ഈ സെയിം കമ്പനിയിൽ. ദിസ് ഈസ് മൈ ഫസ്റ്റ് ജോബ്. എനിക്ക് ഈ പറയുന്ന പോലെ ടെക്നോ പാർക്കൊക്കെ പുറത്തുനിന്ന് കണ്ടിട്ട് എനിക്ക് അതിനകത്ത് ജോലി ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ജോലിക്ക് വന്നത് തന്നെയാണ്. ആൻഡ് ഇതുവരെയും ഞാൻ നന്നായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതുവരെയും എനിക്കെൻ്റെ എൻ്റെ പ്രൊഫഷണൽ ലൈഫ് നല്ല രീതിക്കാണ് പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടായ സമയത്ത് പോലും ഞാൻ എൻ്റെ മൈൻഡ് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് എൻ്റെ ഈ ഒരു പ്രൊഫഷണൽ ലൈഫാണ്. അതിൽ നിന്ന് കിട്ടിയ കുറേ ആൾക്കാരാണ്. അല്ലെങ്കിൽ ആ ഒരു ഫ്ലോറ് അതൊക്കെ എത്രമാത്രം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് എനിക്ക് പറയാനറിയാം. അതൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഐ വാസ് സ്ട്രഗ്ലിങ് ടൂ മച്ച്. ഞാനല്ല, ശരിക്കും എൻ്റെ ചുറ്റുമുള്ളവർ സ്ട്രഗിൾ ചെയ്യുന്നത് കണ്ടിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഒരു പോയിന്റ് എത്തിയപ്പോൾ എന്താ പറയാ, ഇര ഇട്ട് കൊടുത്ത് മീനിനെ പിടിക്കാൻ അറിയില്ലേ, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അതിൽ ഇര ഞാനായിരുന്നു. ആൻഡ് ആ ഇട്ട് പിടിച്ച മീനെന്ന് പറയുന്നത് എൻ്റെ തന്നെ വളരെ വേണ്ടപ്പെട്ട ഒരാളായിരുന്നു. അപ്പോൾ അപ്പൊ എനിക്കറിയില്ല. ഇപ്പൊ ഞാൻ എന്തോ തെറ്റ് ചെയ്ത പോലെ എനിക്കൊരു 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 വല്ലാത്തൊരു ഫീൽ. എന്ന് വെച്ചാ എന്നെക്കൊണ്ടൊരു കാര്യം ഫോഴ്സ് ചെയ്ത് ചെയ്യിച്ച് വേറൊരാൾക്ക് എനിക്കറിയില്ല അത് പറഞ്ഞുതരാൻ. അപ്പൊ എന്നെ ഭയങ്കരമായിട്ട് അതെന്നെ എഫക്ട് ചെയ്തിട്ടുണ്ട്. എനിക്കിപ്പോഴും അത് എനിക്ക് ആലോചിക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ആ കാര്യം. അപ്പൊ ഞാൻ കാരണം വേറൊരാള് പേപ്പർ ഇട്ടു. അതായത് ഇൻഡയറക്ട്ലി അതിന് റീസൺ ഞാനാണ്. അപ്പൊ എന്നെ അത് ഭയങ്കരമായിട്ട് മെന്റലി എന്നെ അത് എഫക്ട് ചെയ്തിട്ടുണ്ട് നല്ലപോലെ. അപ്പോൾ അങ്ങനെ ഒരാള് ഞാൻ കാരണം അയാളുടെ ജോലി പോകുമ്പോൾ ഞാൻ എങ്ങനെ സമാധാനമായിട്ട് നിൽക്കും? എനിക്കത് പറ്റുന്നില്ല. ആൻഡ് എനിക്ക് എന്നെ ആള് എന്താ പറയാ, എനിക്കറിയില്ല. എന്തോ ഇനി കുറച്ച് ദിവസമായി ഉറങ്ങിയിട്ട് എനിക്കാണെങ്കിൽ ഒരു സമാധാനം കിട്ടുന്നില്ല. പിന്നെ എത്രമാത്രം ആ പ്രശ്നം ഇങ്ങനെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പം എന്ന് വെച്ചാൽ എൻ്റെ കുറേ മോശം സമയങ്ങളിൽ കൂടെ നിന്നവർക്കാണ് ഇങ്ങനെ ഇഷ്യൂ ഉണ്ടാകുന്നത്. അപ്പം എനിക്കറിയില്ല. അപ്പം അതുകൊണ്ട് ഐ തോട്ട് ഓക്കെ, വേണ്ട. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് വയ്യ. അപ്പം എനിക്ക് കുറച്ച് റെസ്റ്റ് വേണമെന്ന് മൈൻഡിലുണ്ടായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ്. ഐ തോട്ട് ഓക്കെ, ദിസ് ഇസ് ദ റൈറ്റ് ടൈം ടു ഡു. അങ്ങനെ ഞാൻ ഫൈനലി എൻ്റെ 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 ഈ 26ാമത്തെ വയസ്സിൽ ഞാൻ എടുക്കുന്ന ഏറ്റവും വലിയ റിസ്കുകളിൽ ഒന്നാണിത്. കാരണം എന്തൊക്കെ ഉണ്ടായ സമയത്തും ഞാൻ ജോലി വിട്ട് കളിച്ചിട്ടില്ല, അല്ലെങ്കിൽ ജോലി കളയാന്നുള്ളൊരു ഓപ്ഷൻ എൻ്റെ മൈൻഡിൽ വന്നിട്ടില്ല. പക്ഷെ ഇപ്പോൾ എന്നെക്കൊണ്ട് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് എന്നെക്കൊണ്ട് പറ്റാത്തതാണ്. കാരണം ഞാൻ എൻ്റെ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ അങ്ങനെ ഉള്ള എനിക്ക് എന്നെ എന്നെ ബുദ്ധിമുട്ടിച്ചാലും ഞാൻ സഹിക്കും. പക്ഷെ ഞാൻ കാരണം വേറൊരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ വേറൊരാളെ ബുദ്ധിമുട്ടിക്കുക, വേറൊരാൾക്ക് അതിൻ്റെ പേരിലൊരു ഇഷ്യൂ ഉണ്ടാവുക, അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ഐ തോട്ട് ദിസ് ഇസ് ദ റൈറ്റ് ടൈം. ഞാൻ ഭാഗ്യം കൊണ്ട് എനിക്ക് എപ്പോഴും എൻ്റെ കൂടെ നിൽക്കുന്ന കുറച്ച് ഫ്രണ്ട്സ്, പിന്നെ എൻ്റെ പാരൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനിത് ഇങ്ങനെയല്ല, ഞാൻ ഇതൊന്നും ഞാൻ പറഞ്ഞില്ല. എനിക്ക് കുറച്ച് റെസ്റ്റ് വേണം. ഐ ആം ടേക്കിംഗ് എ ബ്രേക്ക്. ഞാൻ റിസൈൻ ചെയ്യുവാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഓക്കെ, നിന്റെ ഹെൽത്ത് നീ നോക്കണം, നിനക്കതാണ് ചെയ്യണം തോന്നിക്കഴിഞ്ഞാൽ ചെയ്തേക്ക്, നിന്റെ കൂടെ ഞാൻ ഉണ്ടെന്നാണ്. ഞാൻ വിളിച്ചറിയിട്ടില്ല. പോയിന്റ് ഇതാണ്. പിന്നെ എനിക്ക് ഒരു നിർബന്ധമുണ്ടായിരുന്നു, ഞാൻ ഈ കാര്യം ഇങ്ങനെ പറയുമ്പോൾ കരയരുത് എന്നുള്ളത്. കാരണം ഞാനൊരു ഇമോഷണൽ ഫുള്ളാണ്. എനിക്ക് കുഞ്ഞു കാര്യം മതി കരയാൻ. പക്ഷേ ഇത് കരയാണ്ട് വന്നിരുന്ന് പറയണം എന്നെനിക്കുണ്ടായിരുന്നു. പിന്നെ എന്തിന് ഞാനത് റെക്കോർഡ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാളെ എനിക്ക് ചിലപ്പോൾ തോന്നിയിരിക്കാം ഓക്കെ ദൈവം നിനക്ക് കുറച്ചുകൂടെ അത് അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു, എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്നെനിക്ക് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കുള്ള ആൻസറാണ്. കാരണം എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതിനും അപ്പുറമാണ് ഞാൻ അനുഭവിച്ചത്. അല്ലെങ്കിൽ ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ഉറക്കമില്ലാണ്ട് കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്നത്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ എൻ്റെ മാക്സിമം ഞാൻ നോക്കി. എന്നിട്ടും പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഫൈനലി ഇങ്ങനെ ക്വിറ്റ് ചെയ്യാനുള്ളൊരു ഡിസിഷൻ എടുത്തത് എന്ന് എനിക്ക് നാളെ അല്ലെങ്കിൽ ഒരു പോയിന്റിൽ എനിക്ക് റിഗ്രറ്റ് തോന്നുമ്പോൾ എനിക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും വീഡിയോ എടുക്കുന്നത്. ആൻഡ് ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് എനിക്കറിയില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എന്നും എനിക്കറിയില്ല. ഓക്കെ, ഞാൻ കാരണം വേറൊരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായത് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമുള്ള കാര്യമാണ്. അത് എനിക്ക് കൂടുതൽ ഞാൻ പറയുന്നില്ല. അപ്പോൾ എൻ്റെ 4 വർഷത്തെ എൻ്റെ കരിയർ ലൈഫ് ഞാനിത് ഇവിടെ ഒരു ബ്രേക്ക് എടുക്കുവാണ്. വേറെ ജോബ് കിട്ടുമോ, അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് എന്താവും, ഫിനാൻഷ്യലി ഓക്കെ ആണോ,
അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ എല്ലാവരും പറയും ഓ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം അങ്ങനെ ഒന്നുമല്ല. അതിലൊന്നും ഞാൻ ഒന്നും എത്തിയിട്ടില്ല. അത് ഈ പ്രൊഫഷണൽ ലൈഫിനേക്കാൾ സ്ട്രെസ്ഫുള്ളാണ്. അതിലൊന്നും ഞാൻ ഒന്നും എത്തിയിട്ടില്ല. ബട്ട് കറൻ്റ്ലി ഞാനിങ്ങനെ ഒരു ഡിസിഷൻ, ഇത്രയും കംഫർട്ട് സോൺ നോക്കി നിൽക്കുന്ന ഒരാൾ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് അത്രയും സ്ട്രഗിൾ ഫേസ് ചെയ്തതുകൊണ്ടാണ്. ആൻഡ് മേ ബി ഇതൊക്കെ ഭയങ്കര കോമൺ ആയിരിക്കും. പക്ഷെ എനിക്കെന്തോ എന്നെ മാത്രം ബാധിക്കുന്ന കാര്യമായിരുന്നെങ്കിൽ ഞാനത് പൊട്ടേന്ന് വെച്ച് പൊക്കാൻ ഇഗ്നോർ ചെയ്ത് ഞാൻ പോയാൻ. പക്ഷെ ഞാൻ കാരണം എന്നെ കരുവാക്കി വേറൊരാൾക്കിട്ട് എന്തോ അത് എനിക്കങ്ങനെ എനിക്കതങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. സോ ഞാൻ ഇന്ന് പേപ്പർ ഇടും. ആൻഡ് ഇനി ഷിഫ്റ്റ് എൻഡിലിടും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് 2 months നോട്ടീസ് പീരീഡ് ഉണ്ട്. 2 months അവിടെ തന്നെ വർക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എന്താവും, എങ്ങനെ ആവും. ഇങ്ങനെ ചിരിച്ചുകൊണ്ടിട്ട് പറയും ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ഗുഡ്. എനിക്ക് ഭയങ്കര വിഷമമുണ്ട് എനിക്കിങ്ങനെ ഒരു ഡിസിഷൻ എടുക്കേണ്ടി വന്നതിൽ. ബട്ട് എനിക്കറിയില്ല. എനിക്കറിയപ്പം ഞാൻ എൻ്റെ കംഫർട്ട് സോണായിട്ടുള്ള എല്ലാവരും അവിടെ നിന്ന് പോയപ്പോഴും അവിടെ തന്നെ നിന്ന ഒരാളാണ് ഞാൻ. എനിക്കറിയില്ല. ബട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കേണ്ടി വന്നു, എടുത്തു. നാളെ എന്താവും എന്നെനിക്കറിയില്ല. എനിക്ക് ഒന്നാമതൊരു താങ്ക്സ് ഫോർ വാച്ചിങ്.